ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ മൂക്കിനോട് ചേർന്നിട്ട് വളരെ വയസ്സായിട്ടുള്ള ഒരാൾ. അങ്ങനെ ഞാൻ പറയാനൊരു കാരണമുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ മെഡിസിൻ കഴിച്ചിട്ട് ഞാനിങ്ങനെ കിടക്കും. രാത്രി കാലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഒരു ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെടും. അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല. കാരണം ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിത്തിരി ശ്വാസം ഉണ്ടാവുമല്ലോ. എനിക്കങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ബ്രീത്ത് ചെയ്യാൻ മറന്നു പോവുക. കുറേ നേരം ഞാൻ അത്രയും നേരം ചെയ്തൊരു സാധനം ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് വരുന്ന മാറ്റം അനുഭവിച്ചിട്ടാണ് ഞാൻ ഞെട്ടി എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റതിന് ശേഷം എങ്ങനെ വലിക്കുക. എന്നിട്ട് എനിക്കൊരു ഒരു 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 കണക്ഷൻ കിട്ടും. ബ്രീത്തിങ് പറ്റുന്നു എന്ന് തോന്നുന്നൊരു മൂഡിലാണ് ഞാനൊന്ന് നോർമലാവുന്നത്. ഒരു ദിവസം ഇതേപോലെ ഞാൻ ബ്രീത്ത് ചെയ്ത് ഞാൻ എണീറ്റു. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. കിടന്നു കഴിഞ്ഞാൽ ഞാൻ ചുമയ്ക്കും, ശ്വാസമില്ല. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ മൂക്കിനോട് ചേർന്നിട്ട് വളരെ വയസ്സായിട്ടുള്ള ഒരാൾ. ഒരു തോന്നലോ ഒരു ഷെയ്ഡോ അല്ലെങ്കിൽ മറ്റേ നിഴലോ ഒന്നുമല്ല. പച്ചയ്ക്ക് ഒരാൾ, ഒരു ഭയങ്കരമായിട്ട് വയസ്സായിട്ടുള്ള, മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞിട്ടുള്ള, മുടിയൊക്കെ അഴിച്ചിട്ട് ഒരാൾ എൻ്റെ മൂക്കിൻ്റെ തൊട്ട് മുമ്പിൽ വന്നു നിന്നു. അയാളുടെ മുഖത്ത് മുഴുവൻ ഭസ്മമുണ്ട്. ഈ ഭസ്മത്തിൻ്റെ മണം സ്റ്റിൽ എനിക്ക് കണ്ണടച്ച് കഴിഞ്ഞാൽ കിട്ടും. അതൊരു തോന്നലല്ല, അതൊരു റിയാലിറ്റി ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് റിയൽ എന്ന് ചോദിച്ചാൽ ശാസ്ത്രം പറയുന്നൊരു കാര്യം, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും സ്പർശിക്കാൻ പറ്റുന്നതും അനുഭവിക്കാൻ പറ്റുന്നതുമായ എന്തിനേയും നമുക്ക് റിയലായിട്ട് പറയാം. അങ്ങനെയല്ലേ? പ്രേതത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ പ്രേതം പാരാനോർമലായി മാറുന്നത്. ദൈവവും അതേപോലെ തന്നെയല്ലേ പാരാനോർമലായി മാറുന്നത്. പക്ഷെ ഞാൻ എൻ്റെ കൺമുമ്പിൽ, എൻ്റെ തൊട്ടടുത്ത് ഞാൻ കണ്ടു. അയാളുടെ ആ ചുളിവുകളും വേർപ്പ് വന്നിട്ട് ആ ചുളിവുകളിലേക്ക് ഭസ്മം കട്ട പിടിച്ചതും ആ ഭസ്മത്തിൻ്റെ സ്മെല്ലും. ഭസ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്മെല്ലല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ അങ്ങനെ ഒരു സ്മെല്ല് കിട്ടിയതിൻ്റെ ഓർമ്മയാണ് അപ്പോൾ വന്നതെന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല. ശവം കത്തിച്ചിട്ടുള്ള മണത്തു നിന്ന് ഉണ്ടാവുന്ന ഭസ്മം, അതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ മണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് അയാളുടെ മുഖത്ത് തേച്ചിട്ടുണ്ടായിരുന്നത്. അയാളുടെ മുടിയിലൊക്കെ ഈ സാധനം തേച്ചിട്ടുണ്ടായിരുന്നു. അയാൾ എൻ്റെ മൂക്കിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് കൃഷ്ണമണി ഇങ്ങനെ ആക്കുക. കൃഷ്ണമണീൻ്റെ സൈഡിലൊക്കെ ഒരു നീല കളറിലുള്ള ഷെയ്ഡ് ഉണ്ടായിരുന്നു. അതായത് ഭയങ്കരമായിട്ട് വയസ്സായ ആളുകളിൽ കൃഷ്ണമണി നമ്മൾ കാണില്ലേ, അയാളിങ്ങനെ വന്ന് നിന്നിട്ട് നോക്കി നിൽക്കുക. ഒരു അത്യാവശ്യം പേടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യും, ഉറപ്പായിട്ടും ബ്ലാസ്റ്റ് ചെയ്യും. കാരണം എൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്കിങ്ങനെ അറിയാം. പേടി എന്ന് പറയുന്നൊരു സാധനം എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് റിയൽ അല്ല എന്ന് എൻ്റെ മൈൻഡ് ഡോമിനൻ്റ് ആയിട്ട് എന്നോട് പറയാം. ഞാനതിങ്ങനെ കണ്ടുകൊണ്ടൊന്ന് കണ്ണുപോലും അടയ്ക്കാതെ അയാളെ കണ്ണിലേക്ക് തന്നെ ഞാൻ നോക്കി നിൽക്കുക. പെട്ടെന്ന് അത് അലിഞ്ഞ് പോവും. അതൊരു ഹാലുസിനേഷനാണ്. എനിക്ക് സ്ലീപ്പ് ഡെപ്രിവേഷനാണ്. ഞാൻ ഉറങ്ങുന്നില്ല കൃത്യമായിട്ട്. ഉറങ്ങാത്തത് കൊണ്ട് എൻ്റെ മൈൻഡ് ഉണ്ടാക്കുന്ന ഹാലുസിനേഷൻസ് ആണ് ഇതൊക്കെ. സോ ഞാൻ ശ്രദ്ധിക്കണം എന്ന് എൻ്റെ മൈൻഡ് എന്നോട് പറയാം. ഒരു ദിവസമല്ല, ഡെയിലി. ആ സമയമാവുമ്പോൾ ഞാൻ കാണുന്നു എൻ്റെ കാലിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നത് എനിക്കറിയാം അയാൾ. അപ്പം എനിക്ക് ശ്വാസം മുട്ടും. ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് ഇവിടെ വരെ അയാൾ വരും. അയാൾ വന്നിട്ട് അയാൾ ജസ്റ്റ് ഇങ്ങനെ കണ്ണിങ്ങനെ നമ്മൾ അന്യലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണി ഇങ്ങനെ ആട്ടി എൻ്റെ കണ്ണിന് മുമ്പിൽ നോക്കും. ഡെയിലി ഇതന്നെയായിരുന്നു അവസ്ഥ. ഒരു ദിവസം ഇതിൻ്റെ എക്സ്ട്രീമിലേക്ക് ഞാൻ എത്തി. ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റുഡിയോയിലാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ഫ്ലാറ്റിൽ 2 റൂമുകളുള്ളത്. അതിലൊരു റൂം ഞാൻ സ്റ്റുഡിയോ ആക്കി, ഒരു റൂം ഞങ്ങളുടെ ബെഡ്റൂമാണ്. പക്ഷേ അച്ഛനും അമ്മയും
താമസിക്കാൻ വേണ്ടി വന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും ആ ബെഡ്റൂം കൊടുത്തിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലാണ് കിടക്കാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസാണ് എൻ്റെ സ്റ്റുഡിയോ. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എൻ്റെ പുസ്തകങ്ങൾ, എൻ്റെ കളിപ്പാട്ടങ്ങൾ, എൻ്റെ ചിത്രം വരയ്ക്കാനുള്ള പുസ്തകങ്ങൾ, ചിത്രം വരയ്ക്കാനുള്ള പെന്ന്, പെൻസില്, കളേഴ്സ് എല്ലാം, എവറിത്തിങ് ഈ സ്റ്റുഡിയോൻ്റെ ഉള്ളിലാണ്. ക്യാമറാസ് എല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസും കൂടിയാണത്. ഈ സ്പേസിൽ നിന്ന് ഇറങ്ങി ഓടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ റൂം കിടക്കണ്ട. ഇങ്ങനെയൊന്നല്ല, എനിക്ക് ഈ റൂം കിടക്കണ്ടാന്ന് ഞാൻ ഉറക്ക അലറി വിളിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് പല പല മുറികളുണ്ട്, ഫ്ലാറ്റുകളാണ്. അവിടേക്കൊക്കെ അത് കേട്ടിട്ടുണ്ടോ എന്നുള്ളറിയില്ല. എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞ സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ ചുമച്ച് ഛർദ്ദിക്കും. ഛർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, സാധാരണ ഒരാൾ ഛർദ്ദിക്കുന്ന പോലെയല്ല, ഭയങ്കര ശബ്ദത്തിലാണ് ഞാൻ ഒക്കാനിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ തുമ്മുന്നത് ഒരാൾ കേൾക്കില്ല. ഒരു ബസ്സാണെന്ന് വിചാരിച്ചോ, ആ ബസ്സിൽ ഞാൻ തുമ്മുമ്പോൾ ഈ ആക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് എൻ്റെ തുമ്മൽ. അതിൽ പലർക്കും അസൂയുണ്ട്. കാരണം എങ്ങനെയാണ് അങ്ങനെ തുമ്മുന്നത്, ആരും അറിയാതെ തുമ്മി കഴിഞ്ഞു. പക്ഷെ ചില ആൾക്കാർ തുമ്മിക്കഴിഞ്ഞാൽ പകുതി ജീവൻ പോവും കേൾക്കുന്ന ആളുടെ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ ഛർദ്ദിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബോഡി ക്ഷീണിക്കുന്ന പോലെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് പലപ്പോഴും ഇതേപോലെ മനംപുരട്ടിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ബാത്റൂമിൽ പോയി ഛർദ്ദിക്കും, തിരിച്ചു വരും. ഒരാളും അറിയ പോലില്ല. അങ്ങനെ ഒരാളാണ് ഛർദ്ദിക്കുന്നത്. പക്ഷെ എനിക്ക് ഛർദ്ദിയായിട്ടൊന്നും പോകുന്നില്ല, ഒരു വെള്ള പത പോലെ ഛർദ്ദിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഓക്കാനിക്കും. അത് ഇങ്ങനെ ശബ്ദം ഇങ്ങനെ ദൂരേക്ക് കേൾക്കും. രാവിലെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുക്കുമ്പം വായൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒന്ന് കയറുമ്പോൾ ഞാൻ ഓക്കാനിക്കും. എൻ്റെ വോക്കൽ കോഡ് എൻഡോസ്കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഒരു കണ്ണാടി പോലത്തെ ഒരു കമ്പി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് എൻ്റെ നാവ് തൊട്ടപ്പോൾ ഞാൻ ഓക്കാനിച്ചിട്ട് ആ ഫ്ലോറിലുള്ള ആളുകൾ മുഴുവൻ ഞെട്ടിയിട്ടുണ്ട്. അത്രയും എന്തൊക്കെയോ എനിക്ക് സംഭവിക്കും. ഞാൻ പറഞ്ഞത് സൈക്കോളജിക്കലി ഉള്ള പ്രശ്നമാണ്, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഡോക്ടറും പറഞ്ഞു സാധാരണ അങ്ങനെ ഉണ്ടാവില്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനിങ്ങനെയല്ല. ഞാൻ ഒരു ദിവസം രാത്രി ബ്ലാസ്റ്റ് ചെയ്യണം, എനിക്ക് ഈ സ്റ്റുഡിയോയിൽ കിടക്കണ്ട, വേറെ എവിടെയും കിടക്കും, പായ വിരിക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ചീത്ത പറയുന്നു. അമ്മ വരുന്നു. ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് കമന്ന് ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ അമ്മ എന്നെ ഒഴിയാണ്. അമ്മനെ ഒഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഞാനിങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് അമ്മ എങ്ങനെ ഉറങ്ങും. എൻ്റെ കുട്ടി എന്നെ പേടിച്ചിട്ട് ഒരു സൈഡിൽ നിൽക്കുക. കാരണം ഞാൻ എന്തെങ്കിലും ഒച്ചയിടുമെന്ന് പേടിച്ചിട്ട്. അവന് ഈ അധികം ശബ്ദമൊന്നും അവന് പറ്റില്ല. അത് ഒരു സൈലൻ്റ് സാധനം. അത് ഇനി വയലൻ്റായിട്ടുള്ള സ്പേസൊന്നും പറ്റുകയില്ല. വൈഫ് ഇതേപോലെ തന്നെ അവളൊക്കെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഞാനിങ്ങനൊരു അവസ്ഥയിലാണ് എന്നുള്ളത് അവൾക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവളത് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഈ വീട്ടിൽ നിന്ന്, ഈ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ഈ സ്റ്റുഡിയോയിൽ കിടന്നില്ല. ഞാൻ പുറത്ത് ഹാളിൽ പായ വിരിച്ചു, ഫാനിട്ടു, ഞാൻ അങ്ങനെ കിടന്നു. അന്ന് വലിയ ചുമ എനിക്ക് ഉണ്ടായില്ല. ഞാൻ കിടന്നു. കുറേ നേരം അമ്മേൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്രു പൂച്ച, അവൻ കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്നിരുന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കി പോയി. ഞാൻ അമ്മേനെ നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് വൈഫിനെയാണ്. അതായത് എൻ്റെ അമ്മ സാധാരണഗതിയിൽ വീട്ടിൽ നടക്കുമ്പോഴൊക്കെ വേഷ്ടി മുണ്ടിട്ടിട്ടാണ് നടക്കുക. ഞാൻ കാണുന്നത് വൈഫ് വേഷ്ടി മുണ്ടിട്ടിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. ഞാൻ അവളോട് ചോദിക്കുന്നത് നീ ഉറങ്ങുന്നില്ലേ, നിനക്ക് ഉറങ്ങിക്കൂടെ, ഞാൻ കിടന്നോളാം അവിടെ എന്ന് പറഞ്ഞ അമ്മയാണത്. അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ കാണുന്നത് ഇവളെയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് അവൾ പോയി, അതായത് അമ്മ പോയി. എൻ്റെ ചുറ്റും ആരുമില്ല. ഞാൻ കിടന്നു. എൻ്റെ പായ ഇളകുന്നത് എനിക്കറിയാം. ഞാൻ കമന്ന് കിടക്കുന്നത്, തലവണയിൽ തല വെച്ച് കമന്ന് കിടക്കുക. എൻ്റെ പായ ഇളകുന്നത് എനിക്കറിയാം. പായ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇളകുന്നത് ഞാൻ നോക്കുമ്പം അയാളൊരു അഘോരിയായിട്ട് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അയാളൊരു അഘോരി ആയിരുന്നു. അതുകൊണ്ടാണല്ലോ അയാൾ മേത്ത് മുഴുവൻ ഭസ്മം തേച്ചതും അയാൾ എൻ്റെ അടുത്ത് വന്നതും. എന്തുകൊണ്ട് ഒരു അഘോരീനെ ഞാൻ ഹാലുസിനേറ്റ് ചെയ്തു എന്നുള്ളതിന് കാരണം പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറയാം.
ഞാൻ നോക്കുമ്പോൾ ഇയാളിങ്ങനെ എൻ്റെ കാലിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ എന്നെ തന്നെ നോക്കി. സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടിട്ടുള്ള വിഷ്വൽസാണ് അതൊക്കെ. ഞാൻ നേരിരുന്നു, ഞാൻ എഴുന്നേറ്റിരുന്നു. അയാൾ എൻ്റെ മുഖത്തിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് അയാൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ചെവിയിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഭസ്മം തേച്ചോ, പോവാം. ഇപ്പോഴും ആ ശബ്ദം എനിക്ക് കേൾക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞ ആ ഡയലോഗ് എനിക്ക് കേൾക്കാം. ഭസ്മം തേച്ചോ, പോവാം. എനിക്ക് അതിൻ്റെ മീനിങ് മനസ്സിലായില്ല. എന്താ അങ്ങനെ പറഞ്ഞേ, ഭസ്മം തേച്ചോ പോവാം, എന്താ അതിൻ്റെ മീനിങ്? പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴും എൻ്റെ കിളിയില്ല. മരുന്നിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം. ഞാൻ ആരോടും സംസാരിക്കലൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കും, റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. വീഡിയോസൊന്നും ഇല്ല, ഒരു തരത്തിലുള്ള കണ്ടൻറ്റ് ഞാൻ എടുക്കുന്നില്ല. ഈ സമയത്ത് ബേപ്പു സുൽത്താൻ്റെ വീഡിയോസ് അഖിലാണ്ട ബ്രഹ്മം, എൻ്റെ ഫ്രണ്ട്, അവനാണ് കട്ട് ചെയ്ത് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഫേസ്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവനാണ്. അപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഖോരിയാണ്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എടാ അഖോരീൻ്റെ ക്യാപ്ഷൻ എന്താ കൊടുക്കേണ്ടത്? എൻ്റെ ചോദിച്ച സമയത്താണ് ഞാൻ ഇന്നത് കൊടുത്തോ എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ കണ്ടത് അഖോരീനെയല്ലേ എന്ന് എനിക്ക് തോന്നി. ആ 2-3 ദിവസങ്ങളായിട്ട് അഖോരീൻ്റെ വിഷയങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അഖോരീൻ്റെ വീഡിയോ അവൻ എഡിറ്റ് ചെയ്യുന്നു. അതായത് അത് സംഭവിക്കുന്നത് ബേപ്പൂരാണ്, ഞാനിരിക്കുന്നത് ഒടുമ്പ്രയിലാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ട് തന്നെ ഏകദേശം 2 ആഴ്ചയുടെ മുകളിലാവുന്നു. കാരണം എനിക്ക് കോണി കയറാൻ ഇറങ്ങാനും പറ്റാത്തതുകൊണ്ട്. പക്ഷേ ഫോൺ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ആ വീഡിയോ ആ ക്യാപ്ഷൻ അത് ചെയ്തോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഈ അവധൂത കുറച്ച് കോണ്ടൻറ്റ് ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലെപ്പോഴോ ഞാൻ വായിച്ചൊരു വരിയാണ്. അതായത് ഡെഡ് ബോഡീസ്, ഗംഗയുടെ തീരത്ത് ഡെഡ് ബോഡീസിൽ ഭസ്മം തേക്കും. അതായത് മറ്റുള്ള മൃതശരീരങ്ങൾ ദഹിപ്പിച്ചിട്ട് കിട്ടുന്ന ഭസ്മം, അതാണല്ലോ ശിവൻ ശരീരത്തിൽ ആപാദചൂടം തേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ജഡമാവും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ സ്വയം ജഡമാവുക എന്നുള്ളതാണ്. സോ ഈ ഒരു ഭസ്മം ശരീരത്തിൽ, മൃതശരീരത്തിൻ്റെ മേളിൽ മുഴുവൻ തേച്ചതിന് ശേഷം ആ മൃതശരീരവും കൊണ്ടാണ് ഇവർ ഹിമാലയത്തിലേക്ക് പോവുക, അഖോരികൾ ഹിമാലയത്തിലേക്ക് പോകുക എന്നൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അവരുടെ ഒരു കസ്റ്റമാണ്. അങ്ങനെ വായിച്ച ഓർമ്മയിൽ ഞാൻ കണക്ട് ചെയ്തു. ഇയാൾ എൻ്റെ ചെവിയിൽ പറഞ്ഞത് ഭസ്മം തേച്ചോ പോവാമെന്നാണല്ലോ. അപ്പോൾ എന്നെ കൊണ്ടുപോകാനാണ് അയാൾ വന്നത്. എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡെത്ത് അല്ലെങ്കിൽ മറ്റെവിടേക്കോ. അതിനെൻ്റെ ശരീരം ഭസ്മം തേച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് പോവാം, ഡോക്ടറെ അടുത്ത് പോവാം, ഇനി നിന്നിട്ട് കാര്യമില്ല, അങ്ങനെ ഏതെങ്കിലും ഡോക്ടറെ ചെന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് അവൾ സ്കൂട്ടർ എടുത്തു. ആ സ്കൂട്ടറിൽ അവളെയും പിടിച്ച് ഞാൻ ഇരുന്നു. എങ്ങനെയാണ് ഞാൻ ബേബി മെമ്മോറിയലിൽ എത്തിയെന്നുള്ളത് എനിക്കറിയില്ല. ബേബി മെമ്മോറിയലിൽ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ വാച്ച്മാനോട് ഞാൻ ഭയങ്കര പ്രശ്നം നടന്നു. കാരണം എൻ്റെ വൈഫ് വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് ഇവൻ എന്തോ പറഞ്ഞ സമയത്ത് ഞാൻ അവനോട് തിരിച്ച് സംസാരിച്ചു. അവനെന്തോ ഉപകാരം ചെയ്ത്, അതായത് വൈഫ് എന്തോ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞു മാറിക്കങ്ങോട്ട് ഞാൻ ചെയ്യാം എന്തോന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഉപകാരം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് എന്തോ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉപകാരം ചെയ്യാനായിട്ട് ഈ കാണണ്ട, ഈയൊക്കെ ശമ്പളം വാങ്ങുന്നത് ഇത് ചെയ്യാനാണ്, അപ്പോൾ അതുകൊണ്ട് ഉപകാരം ചെയ്യാമെന്നുള്ള വർത്താനമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല എന്തൊക്കെയാണ് ഞാൻ പറയുന്നു എന്നുള്ളത്. ഞാൻ എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ OP എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ അവളോട് ചോദിച്ചു, അതെ ആ സെക്യൂരിറ്റി എന്താ പറഞ്ഞത്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇതാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും എനിക്ക് കണക്റ്റ് ആവുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പുകയിലായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനൊരു സ്ഥലത്തിരുന്നു, ഏകദേശം തീരുമാനമായി എന്നുള്ളത് എനിക്കറിയാം. വൈഫ് ഇപ്പം എന്നോട് പറയുമ്പോഴൊക്കെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ അവിടുന്ന് ഉറക്കെ കരയുക. അവിടുത്തെ സ്വീപ്പേഴ്സൊക്കെ വന്നിട്ട് എന്താ പ്രശ്നം, ഡോക്ടറെ വിളിക്കണോ? കാരണം ഡോക്ടറെയും കാത്തി ഞങ്ങൾ ഇരിക്കാൻ, ഡോക്ടർ എന്തോ രോഗികളെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്, മീൻസ് അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വരുന്നത് വരെ കാത്തിരിക്കണം, അപ്പം ഞങ്ങൾ വിളിക്കണോ എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവളാകെ എന്താ പറയുക, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരാളിരുന്ന് കരയുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ചേച്ചീനെ കാണണം
ഈ അമ്മയെ കാണണം എന്നുകൊണ്ട് ഞാൻ അങ്ങനെ കരയുക. ഒരു ചെറിയ കുട്ടി എങ്ങനെയാണോ കരയുന്നത് അതുപോലെ ഞാൻ അങ്ങനെ കരയുക. കാരണം ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പലരും എഴുതുന്നത് പോലെ ഒരു ഗുഹയിലൂടെ അതിവേഗത്തിലുള്ള യാത്ര അത് മാത്രമല്ല.